ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആഴ്ച തന്നിട്ടുള്ള നമ്മുടെ ഹോളിവുഡിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. എനിക്കറിയാം, അതായത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറഞ്ഞ് എന്തായാലും സാഡ് അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ ഫസ്റ്റ് ന്യൂസിനകത്തോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നുള്ള ഒരു ആനിമേറ്റഡ് മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ലൈവ് ആക്ഷൻ മൂവിയുടെ ഒരു ടീസർ ട്രെയിലർ നമ്മൾക്ക് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. അതായത് നമ്മുടെ എങ്ങനെയാണോ ഒരു ആനിമേറ്റഡ് പടത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും അതേപോലെ തന്നെയാണ് അവർ ലൈവ് ആക്ഷനിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പടം ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയായിരിക്കും, അടിപൊളിയാവും ഇല്ലേ എന്നുള്ള കാര്യം. എന്തായാലും ടീസർ ട്രെയിലർ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൗ ടു ട്രെയിൻ ഡ്രാഗൺ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസ്നിയുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞ തലേ ദിവസം, അതായത് നമ്മുടെ മോന എന്നുള്ളൊരു മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഡിസ്നിയുടെ തന്നെ ഒരു നല്ലൊരു മൂവി തന്നെയാണ്. അപ്പം ആ ഒരു പടത്തിൻ്റെ ലൈവ് ആക്ഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞ്. പക്ഷേ അടുത്ത വർഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷനും നമ്മുടെ ഡിസ്നിയുടെ സൈഡിൽ പ്രൊഡക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോക്കിൻ്റെയും അതേപോലെ അതിനകത്ത് മോനായിട്ട് വരാവുന്ന ആക്ട്രസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്, അതായത് സെറ്റ് വീഡിയോ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. നമുക്ക് ചാനലിൽ കാണിക്കാൻ പറ്റത്തില്ല, സ്ട്രൈക്ക് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് റിസ്ക് എടുക്കുന്നില്ല. ഞങ്ങൾ കോമിക് വണ്ടർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ മാർവലിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രെയിൻ വേൾഡിൻ്റെയും അതേപോലെ തന്നെ തണ്ടർ ബോൾസിൻ്റെയൊക്കെ ഫസ്റ്റ് ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രെയിൻ വേൾഡിൻ്റെ സെക്കൻഡ് ട്രെയിലർ ഇപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത് റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ തണ്ടർ ബോൾസിൻ്റെ ഒരു ട്രെയിലർ തന്നെയാണ്. അത്യാവശ്യം ഇച്ചിരി ഒരു സിനിമാറ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ബ്രെയിൻ വേൾഡിൻ്റെ കൊള്ളത്തിലെന്നല്ല, ഇച്ചിരി എന്തോ കളർഫുൾ ആ ഒരു രീതിയിലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പം റെഡ് ഹൾക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താവും നമുക്ക് പടം ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റൂ. അതിൻ്റെ ഒരു വേറൊരു മെന എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പടത്തിൻ്റെ റീഷൂട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പടം ഇറങ്ങുമ്പോൾ അത് ഏത് കൊലത്ത് വരുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പം എന്തായാലും നെക്സ്റ്റ് ഇയർ നമ്മുടെ MCUവിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രെയിൻ വേൾഡ്, തണ്ടർ ബോൾസ്, പിന്നീട് ഫാന്റാസ്റ്റിക് ഫോർ ആണ്. അപ്പം മൂവി സൈഡിൽ നിന്ന് ഈ 3 തണ്ടർ ബോൾസും ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആരും അറിയത്തില്ല. തണ്ടർ ബോൾസിനകത്ത് ഒരു ചെറിയൊരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വരുമെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അതായത് ഡിസംബർ മാസം, അടുത്ത മാസം നമുക്ക് CCXP എന്നുള്ളൊരു ഈവൻറ്റ് വരുന്നുണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ ട്രെയിലർ വരുന്നുണ്ടെന്നൊക്കെ കുറച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡിജിറ്റൽ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ പുതിയ DCU, അതായത് ഇനിയിപ്പോട്ട് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇനി ബാക്കിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ നമുക്ക് മാത്രം നോക്കിയേക്കാം. അതായത് നമ്മുടെ ജെയിംസ് ഗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ DC യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റായിട്ടുള്ള ക്രീച്ചർ കമാൻഡോസ് എന്നുള്ള സീരീസ് നമുക്ക് അടുത്ത മാസം റിലീസാവുന്നുണ്ട്. അപ്പം അതിനു വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ളവരും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കണം. ആ ഒരു സീരീസിൽ വരുന്നിട്ടുള്ള മിക്ക അനിമേറ്റഡ് ക്യാരക്ടേഴ്സും ഫ്യൂച്ചറിൽ നമ്മുടെ ലൈവ് ആക്ഷൻ മൂവീസിനകത്തൊക്കെ വരുന്നുണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതായത് ഈ ഒരു പടത്തിനകത്ത് വരുന്ന മിക്ക ക്യാരക്ടേഴ്സും നമ്മുടെ സൂപ്പർമാൻ ലൈവ് ആക്ഷൻ മൂവിക്കകത്തും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്കൊന്നും മിസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാനിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറഞ്ഞ ഒരു ട്രെയിലർ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൂപ്പർമാൻ്റെ ഫസ്റ്റ് ലുക്ക് ട്രെയിലർ അല്ലെങ്കിൽ ടീസർ ട്രെയിലർ നമുക്ക് ഡിസംബർ മാസം കിട്ടാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ചെറിയ റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിനുള്ള മെയിൻ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജെയിംസ് ഗൺ ഓൾറെഡി ഇതിൻ്റെ ട്രെയിലർ കട്ടൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഹാർഡ് ഡ്രൈവിൽ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ എൻ്റെ റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അടുത്ത മാസം നടക്കാൻ പോകുന്ന CCXPക്കകത്ത് നമ്മുടെ ജെയിംസ് ഗൺ അല്ലെങ്കിൽ നമുക്ക് DC ഒരു പാനൽ ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഡയറക്റ്റ് യൂട്യൂബിൽ റിലീസ് ആവാനായിരിക്കും സാധ്യത കൂടുതൽ. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ക്രിസ്മസ് വൈബിൽ ആ ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ആരൊക്കെ നമ്മുടെ സൂപ്പർമാൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ മെയിൻലി എടുത്ത് പറയേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 ജൂലൈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ DCയുടെ സൂപ്പർമാൻ, അതായത് പുതിയ DCയുടെ പ്രോജക്റ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ റിലീസാവുന്ന മന്തും അതേപോലെ തന്നെ നമ്മുടെ മാർവലിൻ്റെ ഫാന്റാസ്റ്റിക് ഫോർ റിലീസാവുന്ന മന്തും സെയിം ആണ്. അപ്പം ആ ഒരു ജൂലൈ മാസം ആരാണ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു തോട്ടിൽ അടുത്ത വർഷത്തെ ജൂലൈ മാസം മാർവൽ തൂക്കുമോ DC തൂക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ മാർവൽ DC ഹോളിവുഡ് സൈഡിൽ നിന്ന് മെയിൻലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ള റീസെൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. പിന്നീട് എടുത്ത് പറയാവുന്നൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ജുറാസിക് വേൾഡ് റീബർത്ത് എന്നുള്ള പടത്തിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലർ മിക്കവാറും അടുത്ത മാസം തന്നെ ആയിരിക്കും കിട്ടാനും സാധ്യത CCXPക്കകത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്കാർലറ്റ് ജോഹാൻസൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള നമ്മുടെ
ജുറാസിക് വേൾഡ് ഡൊമിനിയൻ ഇതിൻ്റെയൊക്കെ സീക്വലായിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും ഇതും വരാനും പോകുന്നത്. അപ്പം ഈ ജുറാസിക് വേൾഡ് ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു പേഴ്സണൽ രീതിയിൽ റീബൂട്ട് അടിക്കേണ്ട സമയമൊക്കെ ആയി. ചിലപ്പോൾ ഇതൊരു നൈസ് റീബൂട്ട് പോലെ ആയിരിക്കും മിക്കവാറും ജുറാസിക് വേൾഡ് റീബർത്ത് അപ്പം ഈ ഒരു പടം വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പം ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.